ഹലോ, അപ്പോൾ നമ്മൾ പാർട്ട് 2ലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. പാർട്ട് 2ൽ നമ്മളെങ്ങനെ ഇതിനൊരു വാട്ടർ സ്പ്ലാഷ് ആനിമേഷൻ കൊടുക്കാനാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രീവിയസ് ഫയൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ പാർട്ട് 1 വീഡിയോ കണ്ടവർക്ക് അറിയാം. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്യൂബ് മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാതെ ഇങ്ങോട്ട് വന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫയൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഫ്രീ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയിന് ഡിലീറ്റ് ചെയ്യണം. ഈ ഒരു പ്ലെയിൻ നമുക്ക് ആവശ്യമില്ല, ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് അമർത്തി. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ഒരു ലൈറ്റ് ഇല്ലേ, ഈ ഒരു ഏരിയ ലൈറ്റ്, അതും ആവശ്യമില്ല, അത് ക്ലിക്ക് ചെയ്യാണ്, ഡിലീറ്റ് അമർത്തുകയാണ്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യാമറ ആഡ് ചെയ്യണം. ക്യാമറ ഇപ്പോൾ ഒരു സൈഡ് വ്യൂ നിങ്ങൾ നോക്കുന്ന ഒരു വ്യൂ അല്ലേ ഉള്ളത്. നമുക്കൊരു ക്യാമറ ആനിമേറ്റ് ചെയ്യാൻ ഇതൊന്ന് വലുതാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടൈം വലുതാക്കി ഈ ക്യാമറ ഞാനൊന്ന് ഡിലീറ്റ് അമർത്തി ഒരു പുതിയ ക്യാമറ ആഡ് ചെയ്യാം. ഷിഫ്റ്റ് അമർത്തി ഒരു ന്യൂ ക്യാമറ ആഡ് ചെയ്തു. ക്യാമറ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ പൊസിഷൻ Alt G അമർത്തി പൊസിഷൻ കറക്റ്റാണോ നോക്കാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ഒന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. N പ്രസ് ചെയ്തു. നമ്മുടെ ഐറ്റംസ് ടാബിൽ റൊട്ടേഷൻ ഉണ്ട്. റൊട്ടേഷൻ നമുക്ക് 90 ഡിഗ്രി ആക്കാം. എക്സ് ആക്സിസിൽ റൊട്ടേഷൻ 90, എൻ്റർ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ക്യാമറ കറക്റ്റ് നമ്മുടെ ഈ ഒരു Y ആക്സിസിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന പോലെയല്ലേ ഉള്ളത്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കൊടുത്തത്. എനിക്ക് Alt R അമർത്തിയാലും സെയിം റിസൾട്ടാണ് കിട്ടുക. പക്ഷേ എൻ്റെ കയ്യിൽ Alt R ഞാൻ വേറെ സംഭവത്തിന് സെറ്റ് ചെയ്ത് വെച്ചാണ്, അതാണ് ഞാൻ Alt R അമർത്തി കാണിക്കാത്തത്. Alt R അമർത്തിയിട്ടുണ്ടെങ്കിൽ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ആവും, റൊട്ടേഷൻ പഴയ പോലെ ആവും. അതിന് വേണ്ടിയിട്ടാണ് Alt R യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ക്യാമറേനെ Z ആക്സിസിൽ മൂവ് ചെയ്യാം. Z ആക്സിസിൽ ഇങ്ങനെ മൂവ് ചെയ്തു. Y ആക്സിസിൽ കുറച്ചൊന്നിങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ക്യാമറ വ്യൂ കൂടെ നോക്കാം. നമ്പർ പാഡിൽ 0 പ്രസ് ചെയ്ത് ക്യാമറ വ്യൂ കൂടെ നോക്കാം. നമുക്ക് ഇത്രയല്ല വേണ്ടത്, ഒരു ഏകദേശം സ്റ്റാർട്ടിങ് ഫ്രെയിം ക്യാമറയുടെ ഇത്ര ഭാഗം ഏകദേശം നമ്മുടെ ഈ ബോട്ടിൽ വരുന്ന രീതിയിൽ വരണം. അതുകൊണ്ട് GY ഇനി മൂവ് ചെയ്യണം. ഓക്കെ, GZ ചെറുതായിട്ടൊന്ന് Z ആക്സിസിൽ മൂവ് ചെയ്ത് വെച്ചു. എറൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, I പ്രസ് ചെയ്ത് ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. പിന്നെ മൂവ് ചെയ്ത് ഒരു 60 ഫ്രെയിം കഴിഞ്ഞിട്ട്, ഒരു 60 ഫ്രെയിം കഴിഞ്ഞിട്ട് GY പിന്നെയും മൂവ് ചെയ്യുക. എന്നിട്ട് ഇത്രയ്ക്കും ഭാഗം ക്യാമറ ഫ്രെയിമിൽ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒരു I അമർത്തി ഒന്നും കൂടി ഒരു ലൊക്കേഷൻ റൊട്ടേഷൻ കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ കിട്ടും നമുക്ക്. ഇപ്പോൾ പ്ലേ ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ സ്ലോ മോഷനിൽ വന്ന് ഈസ് ഇൻ ഈസ് ഔട്ട് രീതിയിൽ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ആനിമേഷൻ അല്ല വേണ്ടത് ക്യാമറേൻ്റെ ഭാഗത്തുനിന്ന്. ക്യാമറ ഒരു കുറച്ചുകൂടി ലൈവ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 കീ ഫ്രെയിമും സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് വലുതാക്കി കാണിക്കാം. ഇത് 2 സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് അമർത്താം. അതിൽ ഈ ഇൻ്റർപോളേഷൻ മോഡുണ്ട്. ഇൻ്റർപോളേഷൻ മോഡിൽ ഞാൻ ഈ ക്യൂബിക് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. ഇതിൽ പല മോഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇന്നും ഈ ക്യൂബിക് എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്താൽ ക്യാമറ ആനിമേഷൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. കണ്ടല്ലോ, സ്ലോ ആയി വന്ന് പെട്ടെന്ന് സ്പീഡ് കൂടി കൊണ്ട് സ്റ്റോപ്പായി. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ക്യൂബിക് ആനിമേഷൻ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ലിക്വിഡ് സിമുലേഷനാണല്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് 3 ഒബ്ജക്റ്റ് ആകുമ്പോൾ നമ്മുടെ സിമുലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തൊന്നും വരില്ല. ഇത് 3 സെപ്പറേറ്റ് ഒബ്ജക്ട്സ് ആണല്ലോ. 1 2 3 3 ബാക്കിൽ ഇങ്ങനെ ഒരു ആളും കൂടെ ഉണ്ട്, 4. ഈ 4 ഒബ്ജക്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ സിമുലേഷൻ പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആക്കണം. സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ക്ലിക്ക്, ഇത് ഞാൻ തൽക്കാലത്തിന് ഈ ബാക്കിലുള്ള ചെറിയ സംഭവം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഇത് 3 മതി. ഷിഫ്റ്റ് D അമർത്തി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl J അമർത്തി നമുക്ക് ഒരു ജോയിൻ ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ആക്കാം. ഇപ്പോൾ കാണാം, 2 ഒബ്ജക്റ്റ് കിട്ടി. ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു ഒബ്ജക്റ്റ്, ഇങ്ങനെ 2 ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് സിമുലേഷന് കൊളീഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സിലിണ്ടർ 006 എന്ന് പറയുന്ന കൊളീഷൻ ഒബ്ജക്റ്റ്, ഞാൻ അതിനെ പേര് കൊടുക്കുന്നുണ്ട് കൊളീഷൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. കൊളീഷൻ ഒബ്ജക്റ്റിന് ഷോർട്ട് ഫോം പേര് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഓൾറെഡി ശരിക്കും ഒറിജിനൽ ഉള്ള സാധനങ്ങളൊന്നും വേണ്ട. അതൊക്കെ വെച്ച് ഈ സിലിണ്ടേഴ്സും കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ നമ്മുടെ ഈ ട്യൂട്ടോറിയലിന് ആവശ്യമില്ല. അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊളീഷൻ ഒബ്ജക്റ്റിൻ്റെ ഈ ഹൈഡിൻ്റെ അപ്പുറത്തൊരു ക്യാമറയുടെ ചെറിയൊരു സിമ്പിൾ വേണം, അത് ഓഫാക്കാം. ഈ ക്യാമറയുടെ സിമ്പിൾ എന്തിനാണ് ഓഫാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ റെൻഡറിൽ ഈ ഒരു ഒബ്ജക്റ്റ് കാണരുത്. പക്ഷേ നമ്മുടെ
എന്താണ് നമുക്ക് വ്യൂ പോർട്ടിൽ കാണും. വ്യൂ പോർട്ടിൽ ഈ ഐ ഓഫ് ആക്കിയ വ്യൂ പോർട്ടിൽ നിന്ന് പോയി. പക്ഷേ ഈ ക്യാമറയുടെ സിമ്പിൾ ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ റെൻഡറൊന്നും പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മെറ്റൽ പ്രിവ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കളർ. പക്ഷെ നമുക്ക് ഈ കളറുണ്ട്, നമുക്ക് കളറിന് ചേഞ്ച് ചെയ്യാം അല്ലേ. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഐഡൻറ്റിഫൈ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കൊളീഷൻ ഒബ്ജക്റ്റ് ആണ്, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഒരു നിർബന്ധമില്ല, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത് കണ്ടില്ലേ, കോപ്പി ന്യൂ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഷെയ്ഡ് എഡിറ്ററിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാം കളറൊക്കെ. ഞാനൊരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കൊടുത്തത്, വേറെ ഒന്നിനുമല്ല. ഇത് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ക്യൂബാണ്. ക്യൂബ് എന്തിനാണ് നമുക്ക് പറയാം, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു ക്യൂബ് ആഡ് ചെയ്യാം. ഒരു ക്യൂബ് ആഡ് ചെയ്തു. അതിന് GZ പ്രസ് ചെയ്ത് ഞാൻ ഏകദേശം കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഒന്ന് സ്കെയിൽ ചെയ്യാം. കുറച്ച് ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്തു. ഇത്രയും ചെയ്തു. ഇത് ടൈം ലൈനും ചെറുതാക്കുന്നുണ്ടേ. ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ചതിന് ശേഷം ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിൽ പോവുക. ഒബ്ജക്റ്റിൽ പോയിട്ട് ക്വിക്ക് എഫക്ട്സ് ഉണ്ടാവും. ഈ ക്വിക്ക് എഫക്ട്സിൽ ക്വിക്ക് ലിക്വിഡ് കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ ഒരു യെല്ലോ ബോക്സ്, വലിയ ബോക്സ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ഡൊമൈനാണ്. ഈ ലിക്വിഡ് ഡൊമൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ, ഈ യെല്ലോ ബോക്സിൻ്റെ ഉള്ളിൽ മാത്രമേ നമ്മുടെ ലിക്വിഡ് സിമുലേഷൻ, ആ ആനിമേഷൻ വർക്കാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് എത്രത്തോളം വലുതാക്കി വയ്ക്കുന്നോ അത്രത്തോളം ആനിമേഷൻ വർക്ക് ചെയ്യും. GZ പ്രസ് ചെയ്തു. ഞാൻ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ക്ലിക്ക് ചെയ്തു, സ്കെയിൽ കൊടുത്തു. X ആക്സിസിൽ ഞാൻ നല്ലപോലെ ഒന്ന് സ്കെയിൽ ചെയ്തു. Z ആക്സിസിലൊന്ന് സ്കെയിൽ ചെയ്തു. ഏകദേശം ഇത്രത്തോളം സ്കെയിൽ ചെയ്തു. 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂ പോയിട്ട് സ്കെയിൽ Y ആക്സിസിലൊന്ന് സ്കെയിൽ ചെയ്തു. ഇത്ര സ്കെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു വലുപ്പമുള്ള ഒരു ബോക്സ് കിട്ടി. ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ സിമുലേഷൻ മൊത്തം വർക്കാവാൻ പോകുന്നത്. ഇനി ഇപ്പോൾ കണ്ടില്ലേ, ഈ ക്യാമറ മൂവ് ആവുന്നു. ക്യാമറ ഏകദേശം ഈ റേഞ്ചിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ക്യൂബ് പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സൈഡ് വ്യൂ പോയിട്ട് ക്യൂബ് ഒന്ന് ബാക്കോട്ട് മൂവ് ചെയ്ത് വെക്കുക അല്ലേ. GY പ്രസ് ചെയ്ത് ഞാൻ ക്യൂബ് ഒന്ന് ബാക്കോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഡൊമൈൻ, ഈ ഒരു വലിയ ബോക്സില്ലേ, ഈ വലിയ ബോക്സ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സെറ്റിങ്സ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇവിടേക്ക് വരാം. എന്നിട്ട് നേരെ നമ്മുടെ ഈ ഫിസിക്സ് പ്രോപ്പർട്ടീസിലേക്ക് പോവുക. ഇപ്പോൾ കണ്ടല്ലോ, ഈ ക്യൂബിന് ഒരു പ്രോപ്പർട്ടി അസൈൻഡ് ആണ് ഓൾറെഡി, ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷാണ്. ക്യാഷിൽ നമ്മൾ പോയിട്ട് നമുക്ക് എത്ര ഫ്രെയിമാണോ ലിക്വിഡ് സിമുലേഷൻ വർക്ക് ആവേണ്ടത് അതിൽ എൻ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 90 വെക്കുന്നുണ്ട്. 90 ഫ്രെയിം വെച്ചു. എന്നിട്ടൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. ഈ സേവ് കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡർ അഥവാ ക്രാഷായി പോവുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത ഡാറ്റ മൊത്തം പോകും. അതുകൊണ്ട് എപ്പോഴും ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ റീപ്ലൈ എന്നില്ലേ, റീപ്ലൈ മാറ്റിയിട്ട് മോഡുലറാക്കി ഈ റെസ്യൂമുകൾ കൊടുക്കുക. ഇത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഡുലർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേക്കിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ട്. ബേക്കിംഗ് നിങ്ങൾക്ക് വരുന്ന കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കാണാം. ബേക്കിംഗ്, പിന്നെ ഇതിൻ്റെ മെഷ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ഇതൊക്കെ കൂടെ സെപ്പറേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ മനസ്സിലാവും എന്താ സംഭവം, ബേക്കിംഗ് എന്താണെന്ന് മനസ്സിലാവും. ഇതിൽ ഞാനിപ്പോൾ ഈ റെസ്യൂമബിൾ പറഞ്ഞിട്ടുള്ള ഒരു ടിക്ക് ഇട്ടിട്ടില്ലേ, ഈ ടിക്ക് എന്തിനാ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ബേക്കിങ്ങിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും ബേക്കിംഗ് ആയിക്കട്ടെ. അപ്പോൾ പകുതി വെച്ച് നമുക്ക് അവിടെ നിർത്തണം തോന്നിക്കഴിഞ്ഞാൽ എസ്കേപ്പ് ബട്ടൺ അമർത്തി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇട്ടിട്ട് പിന്നെ നമുക്ക് പോസ് ചെയ്ത് റെസ്യൂം ചെയ്ത് പോകാം. അതിന് വേണ്ടിയിട്ടാണ് ഈ റെസ്യൂമബിൾ ബട്ടൺ. ഇനി അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഫീൽഡ് വെയിറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഗ്രാവിറ്റി ഫുള്ളായിട്ട് കണ്ട് കുറയ്ക്കുക, ഗ്രാവിറ്റി 0 ആക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ വരാം, ഈ സീൻ പ്രോപ്പർട്ടീസിലേക്ക് വന്നിട്ട് അവിടെ ഗ്രാവിറ്റിൻ്റെ ടോഗിൾ ഉണ്ടാവും, അത് ഓഫാക്കുക. ഇപ്പം ഇത്രയും ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം വേണ്ട, നമുക്ക് ഈ റെസൊല്യൂഷൻ കൂടെ സെറ്റാക്കാം അല്ലേ. റെസൊല്യൂഷൻ എത്ര സെറ്റാക്കുന്നോ അത്രയും സമയം എടുക്കും നമുക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ റെൻഡർ ആവുന്നതിനെക്കാട്ടിയും കൂടുതൽ സമയം ചിലപ്പോൾ ജസ്റ്റ് ബേക്കായി കിട്ടാൻ തന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുക്കുന്ന വാല്യൂ നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ച് കൊടുക്കുക.
ഞാനിപ്പോൾ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടൊരു 128 കൊടുക്കുന്നത്. ഫൈനൽ ഔട്ട് എടുക്കാൻ വേണമെങ്കിൽ ഒരു 256 ഒക്കെ കൊടുക്കാം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്. പക്ഷേ നമ്മൾ രണ്ടറിനെക്കാട്ടി സമയം ബേക്കിങ്ങിന് എടുക്കും. അപ്പോൾ തൽക്കാലം 128 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ക്ലിക്ക് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഈ ക്യൂബ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യൂബിൽ നിന്നാണ് നമുക്ക് ലിക്വിഡ് എമിറ്റ് ചെയ്യുക. ലിക്വിഡ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റ് വന്നിട്ട് തട്ടിയിട്ട് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് എമിറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഈ ക്യൂബ്. ഇവിടെ നോക്കിയാൽ കാണാം ഇങ്ങനെ. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റി ചെക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഈ y എന്നുള്ളത് -10 ആക്കുക. അപ്പോൾ ഞാൻ ഈ അടിക്കുന്ന വാല്യൂസൊക്കെ നിങ്ങൾക്ക് തോന്നും ഞാൻ എങ്ങനെയാണ് ഈ അടിക്കുന്നത്, -10 -11 ഇതൊക്കെ ഇങ്ങനെ അടിക്കുന്നത് തോന്നും. കാരണം ഞാനത് ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വാല്യൂ കാണാണ്ടറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ -10 കിട്ടിക്കൊള്ളുന്നില്ല. ഈ ഒരു വാല്യൂ പ്രോപ്പറായിട്ട് കിട്ടൂല. നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സിമുലേഷൻ വർക്കാവും, ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ ഈ വാല്യൂ പ്രോപ്പറായിട്ട് കിട്ടണം. ചിലപ്പോൾ നമ്മൾ ഈ -10 വരെ -1 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് വരുന്ന രീതി, ഈ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ലിക്വിഡ് പുറത്തേക്ക് വരുന്നൊരു സ്പീഡിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ -5 ഈ ഒരു ഡയറക്ഷനിൽ -10 വെലോസിറ്റിയിൽ ലിക്വിഡ് ഇങ്ങനെ വന്നിട്ട് ഇതിൽ തട്ടുമ്പോഴാണ് ഇത് സ്പ്ലാഷ് ആവുന്നത്. അപ്പോൾ -1 ഒക്കെ കൊടുത്താൽ വളരെ പതുക്കെ പോകുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര സ്പീഡ് പോരാ നമുക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ടാമതൊരു വാല്യൂ കൊടുക്കുക. അപ്പോൾ അത് കൂടുതലാണ് തോന്നും, അപ്പോൾ കുറയ്ക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ ചെയ്താൽ മാത്രമേ ഈ ഒരു വാല്യൂ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്ക് വാല്യൂ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ -10 ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സീനിന് എങ്ങനെയാണോ പ്രോപ്പറായിട്ട് വേണ്ടത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ -10 കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സംഭവത്തിനാണ്, നമ്മുടെ ഈ ട്യൂബിനാണ്. അപ്പോൾ ട്യൂബിന് നമുക്ക് കൊളൈഡ് ചെയ്യണ്ടേ, ട്യൂബ് എന്തെങ്കിലും വന്ന് ഇടിക്കണമല്ലോ. ഈ ലിക്വിഡ് വന്നിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകരുതല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഈ കൊളീഷൻ ഒബ്ജക്റ്റാണ് ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ഫ്ലൂയിഡിലേക്ക് തന്നെ വരാം. ഫിസിക്സ് പ്രോപ്പർട്ടീസിൽ ഫ്ലൂയിഡ് ഞാൻ വലുതാക്കാം. ഫ്ലൂയിഡ് ക്ലിക്ക് ചെയ്യുക. ഫ്ലൂയിഡ് ക്ലിക്ക് ടൈപ്പ് നണ്ണിൽ എഫക്റ്റർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഡൊമൈൻ ക്ലിക്ക് ചെയ്യുക. ഈ വലിയ ക്യൂബ് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം ഇവിടെ ബേക്ക് ഡാറ്റ എന്നുണ്ടാവും. ബേക്ക് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്ന് സേവ് അടിക്കുക കേട്ടോ. അതിന് മുന്നേക്ക് ഒന്ന് സേവ് അടിച്ചോളൂ. ബേക്കിംഗ് ആണ്, ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബേക്ക് ഡാറ്റ കൊടുക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബേക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്ലേ അടിച്ചാൽ ഇങ്ങനെ കാണാം, ഒരു നീല സാധനം വന്നിട്ട് കണ്ടില്ലേ. ഇപ്പോൾ സ്പ്ലാഷ് ആയി പോയത് അത് ലിക്വിഡാണ്. നമ്മുടെ ലിക്വിഡ് സിമുലേഷൻ വർക്ക് ആയതാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ലിക്വിഡ് സിമുലേഷനിൽ മെഷ് എന്ന് പറയുമ്പോൾ മെഷായിട്ട് ഇല്ല, ജസ്റ്റ് ഒരു സിമുലേഷൻ മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ മെഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫിസിക്സ് പ്രോപ്പർട്ടീസിൽ തന്നെ ഡൊമൈൻ ക്ലിക്ക് ചെയ്ത് ഫിസിക്സ് പ്രോപ്പർട്ടിയിൽ കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ കാണാം. നമ്മുടെ മെഷ് ചെക്ക് ചെയ്യുക. ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റിനെ ഈ അപ്രസ് ഫാക്ടർ എന്നുള്ളത് 2 എന്നുള്ളത് ഒരു 4 ഒക്കെ ആക്കി കൊടുക്കുക. അത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ മനസ്സിലാക്കുക. 4 ആക്കുക. എന്നതിന് ശേഷം ഒന്ന് ബേക്ക് മെഷ് കൊടുക്കുക. ബേക്ക് മെഷ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്, മെഷ് ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, സേവ് അടിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്കൊന്ന് കേട്ടോ. ഇനി നമുക്ക് ഇതിലൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് മോഡിഫയർ അപ്ലൈ ചെയ്യാം. ഒന്ന് സ്മൂത്ത് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് അമർത്തി ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുക. ഇതൊരു മെഷാണ്. ഇതിപ്പോൾ വയർ ഫ്രെയിം മോഡും അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ഞാൻ വയർ ഫ്രെയിം ഓൺ ആക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുക. അതിനുശേഷം മോഡിഫയേഴ്സിലേക്ക് വന്നിട്ട് ആഡ് മോഡിഫയേഴ്സിൽ ഡിഫോമിൻ്റെ അണ്ടറിൽ സ്മൂത്ത് മോഡിഫയർ എന്ന് പറഞ്ഞ മോഡിഫയർ ഉണ്ടാവും, അത് അപ്ലൈ ചെയ്യാം. ഫാക്ടർ നമുക്ക് ഒരു 2 കൊടുക്കാം. അതുപോലെ തന്നെ റിപ്പീറ്റ് എന്നുള്ളതൊരു 4 കൊടുക്കാം. ഓക്കെ, സേവ് കൊടുത്തു. ഇപ്പോൾ കണ്ടല്ലോ, ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. നമുക്ക് മെറ്റീരിയലിലേക്ക് വരാം. ഇത് ബ്ലെൻഡർ ഡിഫോൾട്ടായിട്ടൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നില്ല. അതിന് വേറൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തു. ഷെയ്ഡ് എഡിറ്ററിലേക്ക് പോയി. ഷെയ്ഡർ എഡിറ്ററിലേക്ക് പോയി. അതിനുശേഷം പ്രസ് ചെയ്ത് ക്ലോസ് ആക്കി. കണ്ടല്ലോ, ഡിഫോൾട്ടായിട്ടൊരു മെറ്റീരിയൽ അപ്ലൈഡ് ആണ്. ഗ്ലാസ് BSTFും വോളിയം അബ്സോർപ്ഷനൊക്കെ വെച്ചിട്ട് വലുതാക്കി കാണിക്കാം. ഇപ്പോൾ മെറ്റീരിയൽ പ്രിവ്യൂ മോഡിലേക്ക് പോയാൽ കാണാം ഒരു വാട്ടർ മെറ്റീരിയൽ അപ്ലൈഡ് ആണ് ഓൾറെഡി. പക്ഷെ ഞാനത് മാറ്റാം. ഞാനത് രണ്ടും സെലക്ട് ചെയ്ത് എക്സ് അമർത്തി ഡിലീറ്റ് കൊടുത്തു. ഷിഫ്റ്റ് അമർത്തി ഞാനൊരു പ്രിൻസിപ്പൽ BSTF
ആഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ കണക്ഷൻ കൊടുത്തു സർഫസിലേക്ക്. എന്നതിന് ശേഷം റഫ്നെസ് 0 കൊടുത്തു. റഫ്നെസ് 0 കൊടുക്കുക. ഈ IOR വാല്യൂ ഇല്ല, IOR വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിലെ റിഫ്ലക്ഷനാണ്, അത് 1.33 ആണ്. ഓൺലൈനിലൊക്കെ 1.33 എന്നാണ് കാണുന്നത്. അപ്പോൾ അത് കൊടുത്തു. ഇനി അടുത്തത് ഈ ട്രാൻസ്മിഷൻ ഓൾ ദ വേ 1 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാട്ടർ മെറ്റീരിയൽ പോലെ വന്നിട്ടുണ്ടല്ലോ, ഇത് മെറ്റീരിയൽ പ്രിവ്യൂ മോഡാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി എമിഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം എമിഷനിലേക്ക് ഞാനൊരു ഷിഫ്റ്റ് കൊടുത്ത് ഈ ഒരു നോഡ്, ഇതിൻ്റെ പേരെന്താണ്, ഫ്രസ്നലോ അങ്ങനെ എന്തൊരു പേര്, ആ നോഡ്. ഈ നോഡ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ഷനെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കളറിലേക്ക് അപ്ലൈ ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു കളർ റാമ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ IOR വാല്യൂ ഇതിൻ്റെ 1.03 കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. ഇത്രയും ചെയ്ത് ഈ ഒരു ഗ്ലാസ് അല്ല വാട്ടർ മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ വാട്ടർ മെറ്റീരിയൽ അപ്ലൈഡായി. നമുക്കിനി ഒന്ന് ക്യാമറ വ്യൂ കൂടെ നോക്കിയിട്ടൊന്ന് റെൻഡർ എങ്ങനെയുണ്ട് നോക്കാം. റെൻഡർ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പഴയ ഒറിജിനൽ സാധനം ആൾക്കാരെയൊക്കെ അൺഹൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരാളെ ഹൈഡും ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, റെൻഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻ ഫ്രെയിം സെറ്റൊക്കെ എത്ര ഫ്രെയിം, ലാസ്റ്റ് ഫ്രെയിം നമ്മൾ 90 വരെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്, ലിക്വിഡ് സിമുലേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 90 കഴിഞ്ഞ് ഞാനൊരു 110 വെക്കുന്നുണ്ട്. 110 എൻ്റർ കൊടുത്തു. ബേസിക് സംഭവങ്ങളൊക്കെ തന്നെ. റെൻഡർ പ്രോപ്പർട്ടീസിലേക്ക് പോയി, സൈക്കിൾസ് GPU ഒക്കെ സെറ്റാണ്. മാക്സ് റെൻഡർ സാമ്പിൾസ് ഞാൻ ഇതൊന്നൊരു 250ലേക്ക് മാറ്റുന്നുണ്ട്. 250ലേക്ക് മാറ്റി. ഇവിടേക്ക് അതുപോലെയൊക്കെ തന്നെ AGX സെയിം. ഇനി ഔട്ട്പുട്ട് പോയി, ഔട്ട്പുട്ടിൽ 24 FPS. ഇവിടെ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു ഡെസ്റ്റിനേഷൻ ഫോൾഡർ കൊടുക്കുകയാണ്. ഡെസ്റ്റിനേഷൻ ഫോൾഡർ കൊടുത്തു. PNG ഫോർമാറ്റ് തന്നെ. കംപ്രഷൻ എനിക്ക് വേണ്ട, കംപ്രഷൻ ഞാൻ 0 കൊടുത്തു. ഓക്കെ ചെയ്തതിന് ശേഷം ഒന്നുമില്ല, റെൻഡർ ക്ലിക്ക് ചെയ്യുക, റെൻഡർ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫൈനൽ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.